താങ്ക് യു ഡിയർ. നീ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ ഒരു റൗണ്ട് കൂടി നോക്കട്ടെ. ഓക്കെ ഓക്കെ. സൂസൻ, സൂസൻ, എന്ത് പറ്റി? സൂസൻ, സൂസൻ, എന്നൊക്കെ സൂസൻ, സൂസൻ, എന്താ ഉണ്ടായേ? എന്ത് പറ്റി? നത്തിങ് ടു വറി. റീത്ത, റീത്ത വരണമെന്നില്ല. ഡെന്നീസ് വന്നല്ലോ. ഓക്കെ, കം ഓൺ. എന്താ ഇനി സംഭവിച്ചത്? സൂസൻ ഇടയ്ക്കൊരു ജ്യൂസ് കഴിച്ചു. ജ്യൂസിൽ റീത്തയുടെ വക വിസ്കിയും. പക്ഷേ സൂസൻ ഇതൊക്കെ അലർജി ആണല്ലോ, പിന്നെങ്ങനെ? ഞാനും അങ്ങനെ കരുതിയത്. റീത്ത പറഞ്ഞറിഞ്ഞത്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഓ മൈ ഗോഡ്. നമുക്കൊരു ഡോക്ടറെ വിളിച്ചാലോ? നോ, കിക്ക് ഇറങ്ങുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ശരിക്കൊന്നും ഉറങ്ങട്ടെ. ഏതായാലും സൂസന്റെ ഡാഡി ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. ഡാഡി ഒരിക്കലും ഇതറിയരുത്. ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ മതി. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. ഡെന്നീസിന് ശരിക്കും വിഷമമുണ്ടല്ലേ? സൂസൻ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ആനി പറ്റുമെങ്കിൽ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ശ്രമിച്ചതാണ് ഡെന്നീസ്. പക്ഷെ അവള് സത്യത്തിൽ ഇപ്പോ ഡെന്നീസിനെ പോലും വെറുക്കുന്നു. എന്നെയോ? എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുതരം വാശി പോലെയാണ് അവൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും നമ്മളോട് അവൾ ഒളിക്കുന്നു. എന്നിട്ട് ആനി ഇതൊക്കെ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാ. പക്ഷെ ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവൾക്കൊന്ന് ബോധം വന്നോട്ടെ. വേണ്ട, ഡെന്നീസ് പറയുമ്പോ അവൾ അത് വേറെ സെൻസിൽ എടുത്തെന്ന് വരാം. അതുകൊണ്ട് ഞാൻ തന്നെ സാവധാനം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ഡെന്നീസിന്. നോ, വേണ്ട. അന്നൊരു അബദ്ധത്തിൽ സംഭവിച്ചതാ. അതിന് വേണ്ട, പ്ലീസ്. ഡെന്നീസിന് എന്നെ പെട്ടെന്നൊന്നും നിഷേധിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എസ്പെഷ്യലി ദിസ്. ഇത് ഒരു കാലത്ത് ഡെന്നീസിന്റെ ഡിയർ ഫ്രണ്ട്. ഈ ഫ്രണ്ടിനെ ഒന്നുകൂടെ അടുത്തറിയണമെന്ന് തോന്നുന്നില്ലേ? മട്ടാനി, ഞാൻ സൂസനോട് പ്രോമിസ് ചെയ്തിരുന്നതാ. എന്നിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം ഡെന്നീസിന് കിട്ടിയത്? അവൾ വാക്കുമാറിയില്ലേ? എന്നാലും ഗുഡ് മോർണിംഗ്. ഓ ഗോഡ്, എനിക്ക് ഇന്നലെ എന്താ പറ്റിയത്? തന്റെ ഫ്രണ്ട് റീത്ത പറ്റിച്ച പണിയാ. അവൾ എന്ത് ചെയ്തു? താൻ അറിയാതെ ജ്യൂസിൽ വിസ്കി ഒഴിച്ചു. ജീസസ്, എന്നിട്ട് ഞാനത് കുടിച്ചു. നിനക്ക് ഇന്നലെ തീരെ ലെവലില്ലായിരുന്നു. പിന്നെ ഞാൻ ഡെന്നീസിനെ വിളിച്ചു. ഞാനും ഡെന്നീസും കൂടിയാ നിന്നെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് ഡെന്നീസ് എവിടെ? അവൻ അപ്പൊ തന്നെ പോയി. അവൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഡാഡി,
ഡാഡി ഇന്നലെ ലേറ്റായിട്ടാ വന്നത്, അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. ഓ, എന്റെ ഭാഗ്യം. ഡാഡി എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അതോടെ തീർന്നു കഥ. നീ ആദ്യം ഒന്ന് ഫ്രഷ് ആവ, അപ്പൊ ക്ഷീണമൊക്കെ പോവും. സൂസിമോളെ, ഡാഡി വിളിക്കുന്നു. ഡാഡി ഇനി എന്തെങ്കിലും? നോ, ഒന്നും അറിഞ്ഞിട്ടില്ല. വേറെന്തെങ്കിലും കാര്യത്തിനാവും. നീ ചെല്ലേ. എന്താ ഡാഡി വിളിച്ചത്? എന്തിനാണെന്ന് നിനക്ക് അറിയണമല്ലേ? ഡാഡി. ഡാഡി? ആരാ നിന്റെ ഡാഡി? അങ്ങനെ ഒരു വിചാരം എന്നെ പറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിളിച്ചോട് നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഡാഡി ആരെ പറ്റിയാ പറയുന്നത്? അവനെ പറ്റി തന്നെ, ഡെന്നിസ്. ഡെന്നിസ് എന്ത് ചെയ്തു എന്നാ? ഒന്നും നിനക്ക് അറിയില്ല അല്ലേ? അവൻ വന്നോട്ടെ, വന്നു പോയിക്കോട്ടെ, അതിനെനിക്ക് പരാതിയില്ല. എന്താ ഇത്? What is this? ഇത് ഡ്രഗ്, നല്ല സ്ട്രോങ് ഡ്രഗ്. നോ, ഡെന്നിസ് ഇനി ഇത് ഉപയോഗിക്കില്ലെന്ന് വാക്ക് തന്നതാ. ഓ, അപ്പൊ അവനിത് ഉപയോഗിച്ചിരുന്നു. ഈ ബോട്ടിൽ കിട്ടിയത് അവന്റെ പോക്കറ്റിൽ നിന്നാ? ഇല്ല ഡാഡി, അങ്ങനെ ഒരിക്കലും. Shut your bloody mouth. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. ഇനി നിന്നെ കാണാൻ അവനോട് വരാൻ പാടില്ല, കേട്ടല്ലോ? കരച്ചിലും പിടിച്ചിലൊന്നും ഞാൻ വിടില്ല. ഒരു ഡ്രഗ് അഡിക്റ്റിന് ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. നന്നായി കരയും, എന്നാലേ എന്റെ മമ്മ ഈ മണ്ണിൽ ഒഴുക്കിയ കണ്ണീരിന് പകരമാവൂ. ഇനിയുമുണ്ട് ഒരുപാട് പേരുടെ കരയാൻ. എല്ലാറ്റിനും ഒടുവിൽ എനിക്കൊന്ന് ചിരിക്കണം, എല്ലാം മറന്ന് ചിരിക്കണം.